ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ ആനിമൽസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം എൻ്റെ മുഖത്തെ കണ്ണടയ്ക്ക് ഒരു മാറ്റമുണ്ട്. കാരണം എൻ്റെ കുറച്ച് ദിവസമായിട്ട് ഒരു 9 മാസമായിട്ട് എൻ്റെ മുഖത്തുണ്ടായിരുന്ന കണ്ണട ഇതായിരുന്നു. ഉണ്ടോ, ഇതായിരുന്നു എൻ്റെ കണ്ണട. ഇത് ഇന്ന് മേടിച്ച പുതിയ കണ്ണടയാണ്. ഈ കണ്ണടയുടെ കഥ പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഫെബ്രുവരി ഒരു 25-നാണ് വിഴിഞ്ഞം നമ്മുടെ തിയേറ്റർ ജംഗ്ഷനിലെ എൻവിഷൻ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്ന് ഈ കണ്ണട പർച്ചേസ് ചെയ്തത്. ഞാനൊരു 6 വർഷമായി കണ്ണട വയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വർഷം തോറും കണ്ണട മാറും. അപ്പോൾ ഒരു വർഷം ഒരു കണ്ണട ഉപയോഗിക്കും. നമ്മൾ പുതിയ ലെൻസ് മാറുമ്പോഴും ആ ഫ്രെയിമിന് ഒരു ഡാമേജും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ലെൻസ് മാറുന്നതുകൊണ്ട് അതിനോടൊപ്പം ഫ്രെയിമും നമ്മൾ മാറും. അങ്ങനെ എൻ്റെ ഈ 6 കണ്ണടയും ഒരു ഡാമേജും ഇല്ലാതെ എൻ്റെ കൈവശമുണ്ട്. 2025-ലാണ് ഞാൻ ഈ കണ്ണട മേടിക്കുന്നത്. ഈ കണ്ണട മേടിക്കുമ്പോൾ ഇതൊരു ലേറ്റസ്റ്റ് ഫ്രെയിമാണ് എന്നൊക്കെ. അപ്പം ഞാൻ അപ്പോഴും പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരു പഴയ കേടാവാത്ത ഫ്രെയിം കൊണ്ടുപോയിട്ട് ഇതിൽ പുതിയ ലെൻസ് വെച്ച് ഇടാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവർക്കൊരു ഫ്രെയിം അവർക്കത് വിറ്റ് അതിൻ്റെ ലാഭം കിട്ടണ്ടേ. അവരെന്നെ മാക്സിമം അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി ആണ് ഈ ഫ്രെയിം ഉൾപ്പെടെ ആ കണ്ണട എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചത്. ആ ഫ്രെയിമിന് വളവുണ്ട്, അല്ലെങ്കിൽ അത് സ്യൂട്ടാവില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. കാരണം ലെൻസ് നമ്മളെടുത്തില്ല, ആ ഫ്രെയിമിൻ്റെ അളവിന് നമുക്ക് ലെൻസ് വെക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് എങ്ങനെയെങ്കിലും പുതിയൊരു കണ്ണട നമ്മൾ അടിച്ചേൽപ്പിച്ച് ആ മുഴുവൻ പൈസ അവർക്ക് വാങ്ങിക്കണം. നമ്മുടെ ബുദ്ധിമുട്ടൊന്നും അവർക്കൊരു വിഷയമല്ല. അവരതിന് വേണ്ടി മാക്സിമം ആയിട്ടലയ്ക്കും. അപ്പോൾ അങ്ങനെ പിന്നെ അവരുടെ ഒരു ഇഷ്ടക്കേട് കണ്ടിട്ടാണ് ഞാൻ പൈസ ഇല്ലെങ്കിലും സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ കണ്ണട വാങ്ങിയത്. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. വാങ്ങിയിട്ട് എനിക്ക് 9 മാസം പോയതറിയില്ല. ഇന്നലെ വാങ്ങിയ പോലെ ഒരു 2 മാസമേ ആയുള്ളൂ എന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഈ കണ്ണട കിട്ടിയതിന് ശേഷം. പെട്ടെന്ന് ഒരു ദിവസം 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ കണ്ണിലൊരു പുകച്ചിൽ തോന്നി. ഈ കണ്ണട ഞാൻ കയ്യിൽ തുടയ്ക്കാനായിട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ സ്പ്രേ അടിച്ച് തുടയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ഈ ലെൻസ് ഇളകി എൻ്റെ കയ്യിലേക്ക് വീണു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഈ ജോയിൻറ്റിൻ്റെ ഭാഗം ഇവിടെ ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോവുകയോ എൻ്റെ അശ്രദ്ധ കൊണ്ട് ഇതിന് യാതൊരു ഡാമേജും പറ്റിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പൊട്ടിയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ഇതിൻ്റെ കടയിൽ കൊണ്ടുപോയി. കാരണം എനിക്ക് ഒരു നിമിഷം പോലും കണ്ണട ഇല്ലാതെ പറ്റില്ല. അപ്പോൾ എനിക്ക് ഫുൾ ടൈം കണ്ണട വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ മാത്രമല്ലേ കണ്ണടയ്ക്ക് ഡാമേജ് പറ്റൂ. അങ്ങനെ ഞാൻ അവിടെ പോയി അവരോട് കാര്യം പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ കണ്ണട വാങ്ങാൻ ചെല്ലുമ്പം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും നമ്മളോട് സംസാരിക്കുന്നതും തോരാതെ സംസാരിച്ച് നമ്മളെ കൊണ്ടത് അടുപ്പിക്കും. പക്ഷേ ഇതിനൊരു ഡാമേജ് വാങ്ങിയിട്ട് 1 വർഷം പോലും ആയില്ല. ഗ്യാരൻറ്റിയുള്ള സാധനമല്ല കണ്ണട. എങ്കിലും 1820 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു കണ്ണട ഈ 1 വർഷം പോലും ആകാതെ ഒരു ഡാമേജ് പറ്റുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് എങ്കിലും ചെയ്തു തരാൻ അവർ ബാധ്യസ്ഥരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സാമാന്യ മര്യാദ. അവിടെ കയ്യിൽ നിന്ന് ഡാമേജ് പറ്റാതെ താനേ പൊട്ടിയതുണ്ട്. ആ കൊച്ചു പറഞ്ഞ് ലെൻസിൻ്റെ പ്രഷർ കൊണ്ടാണെന്ന്. അപ്പോൾ അങ്ങനെ ആണെന്ന് അറിയാം, നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ലെന്ന് അറിയുമ്പോൾ അവർ ഉറപ്പായി നമുക്ക് എന്തെങ്കിലും ചെയ്തു തരേണ്ടതാണ്. പക്ഷേ എന്നിട്ട് ആ കണ്ണടയെ വാങ്ങി ഇങ്ങനെ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഞാൻ ചെല്ലുമ്പോൾ ആ ടൈമിൽ ഒരു സ്റ്റാഫേ ഉള്ളൂ. ആ കൊച്ചിതായി ഇങ്ങനെ ഒരു നിപ്പ് നിന്നു. എന്ന് വെച്ചാൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് നിന്നിട്ട് കാര്യവുമില്ല എന്നുള്ള രീതിയിൽ. ലാസ്റ്റ് എന്നെ എങ്ങനെയെങ്കിലും അതെനിക്ക് മനസ്സിലായി. ലാസ്റ്റ് എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്തു, നിങ്ങൾ ആ വാങ്ങിയ ഒരു കാർഡ് തരും. ബില്ലൊന്നും തരത്തില്ല ഇവർ. അപ്പോൾ ഭയങ്കര സത്യസന്ധരാണ്. സർക്കാരിനെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഒരു ബില്ലേ തരത്തില്ല. ഇവരൊരു ഇൻവിറ്റേഷൻ കാർഡ്, ഇൻവിറ്റേഷൻ അല്ലല്ലോ, ഇവരുടെ അഡ്രസ്സൊക്കെ വായിച്ചാൽ എനിക്ക് അതിൻ്റെ പേര് മറന്നുപോയി. ഒരു കാർഡ് തന്ന്. ആ കാർഡിലാണ് അവരുടെ വിവരങ്ങളുള്ളത്. ഈ കാർഡ് നിങ്ങൾ ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എനിക്കിത് വാങ്ങിയത് 2 മാസമേ ആയുള്ളൂ എന്നുള്ള ഓർമ്മയിൽ ഞാൻ 2 മാസമെന്ന് പറയുകയാണ്. പക്ഷേ വീട്ടിൽ വന്ന് ഞാനും തപ്പിയെടുത്ത് നോക്കുമ്പോൾ 9 മാസമായി. അങ്ങനെ ഞാൻ അവർക്ക് അപ്പോൾ തന്നെ ഫോട്ടോ ഇട്ട് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ചെയ്യുമെങ്കിൽ വേഗം പറയണം, എനിക്ക് കണ്ണട ഇല്ലാതെ പറ്റില്ല എന്ന് പറയും. ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത ആ സ്പോട്ടിൽ തന്നെ ഇങ്ങോട്ട് റിപ്ലൈ വന്നു, ഇതിലൊന്നും കിട്ടൂല. ഇതിലൊന്നും കിട്ടാൻ ഞാൻ ലോട്ടറിയാണോ എടുത്തത്? ഈ ഒരാളുടെ എനിക്ക് ഇപ്പോൾ കണ്ണട അത്യാവശ്യമുണ്ട്, ജസ്റ്റ് അവർക്ക് ഇതൊന്ന് ഒട്ടിച്ച് എന്ന് തരാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത വെള്ളിയാഴ്ച, തിങ്കളാഴ്ച കൊണ്ടുപോയ സാധനം അടുത്ത വെള്ളിയാഴ്ച എനിക്ക് ഒട്ടിച്ച് തരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ദിവസം കണ്ണടയില്ലാതെ എങ്ങനെ നടക്കും? ഒരു കണ്ണട ഉപയോഗിക്കാൻ എമർജൻസി ആയ ഒരാൾ കണ്ണടയില്ലാതെ ഞാൻ എങ്ങനെ നടക്കും?
അപ്പോൾ അവർക്കതൊന്നും വിഷയമില്ല. അവർ വാങ്ങാൻ ചെന്നപ്പം വാങ്ങിപ്പിക്കാൻ കാണിച്ച ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇതൊരു ഡാമേജായി നമ്മൾ ചെന്നപ്പോൾ അവർ കാണിച്ചില്ല. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അവരോട്. കാരണം എന്ന് വെച്ചാൽ ബീഹാർ ഗോരഖ്പൂരിലാണ് കന്നഡയുടെ കൂടുതൽ കന്നഡ വരുന്നത്. അവിടെ ഒരു 30, 40, 50, 60 ഈ റേഞ്ചിൽ മാത്രമേ ഒരു ഫ്രെയിമിന് വിലയുള്ളൂ. അത് നമ്മുടെ കേരളത്തിലെത്തുമ്പോൾ 1000, 1800, 2000, 3000, 4000, 5000 രൂപയ്ക്കൊക്കെയാണ് ഓരോ ഫ്രെയിമുകൾ ഒരു വിറ്റ് കാശാക്കുന്നത്. എന്നിട്ട് അതിന് ഒരു ഡാമേജ് വന്നാൽ അതിനൊരു മെയിൻ്റെനൻസ് കൊടുക്കില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വാക്സിൻ ബിനാമികളെ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ കന്നഡ കടകളും. കാരണം വല്ലപ്പോഴേക്കും ഒരു കസ്റ്റമർ വരുമ്പോൾ അവരെ അങ്ങ് പിഴിഞ്ഞങ്ങ് വാങ്ങുകയാണ്. ഇതിപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ആ ഒരു സമീപനം വളരെ മോശമായതുകൊണ്ട് എനിക്ക് പിന്നെ ആ കടയിൽ പോയി അത് വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ മറ്റൊരു കടയിൽ പോയപ്പം ഞാൻ ഇവരുടെ കടയിൽ ആദ്യം പോയപ്പോൾ ഒരു ഫ്രെയിം കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, ഈ ഫ്രെയിമിൽ ലെൻസ് ഇടാൻ പറ്റില്ല, അതിന് വളവുണ്ടെന്നൊക്കെയാണ് അവർ അന്ന് പറഞ്ഞ്. ഞാൻ മറ്റൊരു കടയിൽ ആ ഫ്രെയിം കൊണ്ടുപോയപ്പോൾ ഇടാമെന്നാണ് ആ കടക്കാരൻ പറഞ്ഞത്. അപ്പോൾ അയാളത് സത്യസന്ധമായിട്ട് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടാതെ പുതിയ ഫ്രെയിം വാങ്ങുകയാണ് ചെയ്തത്. കാരണം അയാൾ സത്യസന്ധമായിട്ട് പറഞ്ഞു ഇതിലിടാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ ലെൻസിൻ്റെ ഒരല്പം നമുക്ക് രാവി കളയേണ്ടി വരും. അപ്പോൾ അയാൾ സത്യസന്ധമായിട്ട് അത് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അയാളെ അതിനെ ബുദ്ധിമുട്ടിക്കാതെ പുതിയ ഫ്രെയിമിൽ തന്നെ ഞാൻ ഈ ഗ്ലാസ് ഇടുകയാണ് ചെയ്തത്. എൻ്റെ ലെൻസ് അതാണ് സത്യസന്ധതയ്ക്ക് നമ്മൾ വില കൽപ്പിക്കുന്നത്. ഈ ഒരു സത്യസന്ധത ഒരല്പം ആത്മാർത്ഥം അവർ കാണിച്ചിരുന്നുവെങ്കിൽ ഞാൻ വീണ്ടും അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യുമായിരുന്നു. പക്ഷേ അവർ എൻവിഷൻ ഓർത്ത് വെക്കുക, എൻവിഷൻ വിഴിഞ്ഞം നമ്മുടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രമല്ലോ, വിഴിഞ്ഞം താലൂക്ക് ആശുപത്രിയുടെ പോകുന്ന വഴിക്ക് ആ ജംഗ്ഷനിൽ ഓപ്പോസിറ്റ് നമ്മുടെ പഴയ നീലാണ്ട തിയേറ്ററിൻ്റെ അടുത്തിരിക്കുന്ന എൻവിഷൻ എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത്. അപ്പോൾ ഞാൻ കൊടുത്തു. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണട ശരിയാക്കി തന്നു. അതൊരു ചെറിയ കടയാണ്, ഇത്രയും വലിയ കട, അതിൻ്റെ ഒരു 10 ഇരട്ടി സ്റ്റോക്കുള്ള കടയാണ് ഞാൻ ഈ ഫസ്റ്റ് കണ്ണട വാങ്ങിയ കട. അവർക്ക് ഇത് കൊണ്ടുപോയി ഒന്ന് ഒട്ടിച്ചുകൊണ്ട് വരാൻ തന്നെ ഒരാഴ്ച ടൈം, അല്ലെങ്കിൽ 5 ദിവസം ടൈം. തിങ്കളാഴ്ച കൊടുത്താൽ വെള്ളിയാഴ്ചയെ കിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രെയിം അതിനൊരു 100 രൂപ, ഒരു 50 രൂപ ഡിസ്കൗണ്ട് ചെറിയൊരു വിലയ്ക്ക് ഫ്രെയിം കേട്ടപ്പോൾ അതും എനിക്ക് താങ്ങാം, അഫോർഡബിൾ അല്ലാത്തൊരു പ്രൈസ് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വളരെ ഞാൻ ഒന്നും പ്രതികരിച്ചില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. എൻ്റെ പ്രതികരണം ഇതാണ്. എനിക്കിങ്ങനത്തെ ചീറ്റിങ് ഏത് മേഖലയിൽ നിന്നുണ്ടായാലും ഞാൻ എൻ്റെ ചാനലിലൂടെയാണ് ഞാൻ അതിന് പ്രതികരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു വിഷയത്തിന് നിന്നില്ല, എൻ്റെ ചാനൽ വഴി പ്രതികരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ കണ്ണട ചീത്തയായി ഇത് വാങ്ങിയ കടയുടെ പേര് വിളിക്കാൻ വേണ്ടി ഒരു പേര് തപ്പിയിട്ട് അവർ തന്ന കണ്ണടയാണ്, ബോക്സാണ്. ഇതിൽ അവരുടെ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ണട കടയുടെ പേരെഴുതും. ഒരു ജെന്യൂനായിട്ടുള്ളവരെല്ലാം അങ്ങനെ എഴുതും. പക്ഷേ ഇവരുടെ കവറിൻ്റെ പുറത്ത് പേരും നാളും ഒന്നുമില്ല. അപ്പോൾ അതും ജെന്യൂനിറ്റി. പിന്നെ ബില്ല് തന്നിട്ടില്ല. അവിടെ ഇന്ന് ഞാൻ നിർബന്ധമായിട്ട് ബില്ല് വാങ്ങിച്ചു. എല്ലാ കസ്റ്റമറും നിങ്ങളൊരു കണ്ണടയായാലും എന്ത് സാധനമായാലും വാങ്ങിയാൽ നിർബന്ധമായും ബില്ല് വാങ്ങിക്കുക. അവർ ഭയങ്കര സ്നേഹത്തിൽ പൂശി നമുക്ക് ബില്ലൊന്നും തരാതെ നമ്മളും പെട്ടെന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് ഇങ്ങ് പോരും. പക്ഷെ ഒരു പ്രശ്നം വന്ന് ചെല്ലുമ്പോൾ അവർ കൈമലർത്തും. അതുകൊണ്ട് ദയവായി ഇവരെ ടാക്സ് വെട്ടിക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ എന്ത് സാധനം വാങ്ങിയാലും ബില്ല് വാങ്ങിക്കുക. അപ്പോൾ ഓർമ്മിക്കുക, വിഴിഞ്ഞം എൻവിഷൻ എന്ന് പറയുന്ന ഒപ്റ്റിക്കൽസ് നിന്ന് വാങ്ങിയ ഈ കണ്ണടയെക്കുറിച്ചുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അതുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സും ജാഗ്രതയായിട്ടിരിക്കുക. താങ്ക് യു.